ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് വലുതായിട്ട് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയത്തൊന്നുമില്ല. എനിക്കറിയുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകാം. കോഴിക്കോട് ഒരാൾ പോലീസ് പിടിയിലായപ്പോൾ MDMA വിഴുങ്ങി ആൾ മരിച്ചു. അതൊരു ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ ഇപ്പോൾ 12 വയസ്സ് ഉള്ള കുട്ടി വരെ MDMA ഉപയോഗിക്കാൻ തുടങ്ങി. കൂടെ 10 വയസ്സുള്ള സഹോദരിക്കും കൂടെ കൊടുത്തു. എന്തൊക്കെയാ ഈ നാട്ടിൽ നടക്കുന്നത് അല്ലേ? കൊച്ചി ലഹരിക്കടിമയായ 12 വയസ്സുകാരൻ 10 വയസ്സുകാരിയായ സഹോദരിക്ക് MDMA എന്ന മാരക ലഹരി നൽകിയെന്ന വാർത്തയാണ് വരുന്നത്. വീട്ടുകാർ ഉറങ്ങിക്കഴിയുമ്പോഴാണ് പ്രായപൂർത്തിയാകാത്ത ഈ കുട്ടി വീട്ടിൽ നിന്നും ലഹരി ഉപയോഗത്തിനായി പുറത്തുപോയിക്കൊണ്ടിരുന്നത്. ലഹരി ഉപയോഗത്തിനായി വീട്ടിൽ നിന്ന് 3 ലക്ഷം രൂപ മോഷ്ടിച്ചെടുത്തു വിവരം ലഭിച്ചിട്ടുണ്ട്. വിവരം ചോദ്യം ചെയ്തതിന് കുട്ടി വീട്ടുകാരെ കയറി ആക്രമിച്ചു. നമ്മുടെ നാട്ടിൽ ചെറിയ കുട്ടികൾ ഈ MDMA പോലുള്ള മാരകമായ വിപത്തിന്റെ മുന്നിൽ തലയിടിച്ച് മുഖമിടിച്ച് വീഴുന്നതിന് ഏറ്റവും അപകടകരമായ ദൃശ്യം. 12 വയസ്സുള്ള ഒരു കുട്ടിയും 10 വയസ്സുള്ള മറ്റൊരു കുട്ടിയുമാണ് ഈ കേസിലെ രണ്ട് വശത്ത് നിൽക്കുന്നവർ. അവർ സഹോദരനും സഹോദരിയുമാണ്. ഈ സഹോദരൻ രാസലഹരി ഉപയോഗിച്ചതിന് ശേഷം അത് സഹോദരിക്കും നൽകി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുട്ടി ചെറിയ കുട്ടിയാണ്. പക്ഷേ ഈ വിവരം വീട്ടുകാർ അറിയുന്നത് വളരെ വൈകിയാണ്. വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ആ പണം എടുത്ത രീതിയും ഒക്കെ വളരെ ഒരു ക്രിമിനൽ ബുദ്ധിയോടെയാണ്. അത് ഡിജിറ്റൽ പേന ഉപയോഗിച്ച് അതിൽ വരച്ചു വെക്കുകയും പിന്നീട് അച്ഛൻ അതിന്റെ നമ്പറുകൾ മാറ്റുമ്പോൾ ആ ലോക്കറിന്റെ നമ്പറുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ നമ്പറുകൾ ഉപയോഗിച്ച് ലോക്കർ തുറന്ന് അതിൽ നിന്ന് പണം എടുത്ത് ലഹരിക്കായി ചെലവഴിക്കുന്നു.